ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ ബുക്ക് റിവ്യൂ ആയിട്ടാണ്. സോ ദ ബുക്ക് ഈസ് ദ കോവനന്റ് ഓഫ് വാട്ടർ. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ ബുക്ക് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. അപ്പോൾ എന്തായിരിക്കും എന്നറിയാൻ, കേരളത്തിനെ പറ്റിയുള്ള ഹിസ്റ്ററി ആണോ എന്താണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതെന്റെ കയ്യിലെത്തിയത്. സോ ഇതൊരു 700+ പേജസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ വർത്ത് ഇറ്റ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എനിക്ക് നല്ല സെറ്റായി, എൻ്റെ ഒരു ഇൻട്രസ്റ്റിന് പറ്റിയൊരു ബുക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത് 1900 മുതൽ 1977 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ 2 ടൈം ലൈൻ ആണ് വരുന്നത്. ഫസ്റ്റ് ടൈം ലൈനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് പറമ്പിൽ എന്ന് പറഞ്ഞൊരു ഹൗസിനാണ്. അപ്പോൾ പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ ഒരു നാട്ടിലേക്ക് ഭയങ്കര ഒരു വലിയ ആൾക്കാരായിരുന്നു പറമ്പിൽ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുടുംബത്തിലോട്ട് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് വരികയാണ്. അപ്പൊ അതിന്റെ തലേ ദിവസമാണ് ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവള് ഭയങ്കരമായിട്ട് വെറീഡ് ആണ്, ആൻഷ്യസ് ആണ്. കാരണം ചെറിയ കുട്ടിയാണ്, ലൈക്ക് 12 years old ആണ്. അപ്പൊ അവള് ഗോയിങ് ടു മാരി ഒരു വിഡോ ആയിട്ടുള്ള ഒരു 40-year-old മാൻ. അതും അയാൾക്കൊരു കൊച്ചുണ്ട്. അപ്പൊ അവള് ഭയങ്കര നെർവസ് ആണ്. കാരണം അവൾക്ക് അവളുടെ അമ്മനെ മിസ് ചെയ്യും. പിന്നെ അവളായിരിക്കും ഇനി ആ ഒരു വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരിക. സോ അതൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് വായിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് അവളെ മാരീഡ് ആയിട്ട് പോകുന്ന വീട്ടിൽ അവള് കുറച്ച് അനുഭവിക്കുന്നുണ്ടാവും, ലൈക്ക് അവളെ ട്രീറ്റ് ചെയ്യുന്നത് ബാഡ്ലി ആവുന്നു. ബട്ട് അങ്ങനെയല്ല, ലൈക്ക് അതായിരിക്കും ടോപ്പിക് എന്ന് എവിടെയോ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ബട്ട് അങ്ങനെയൊന്നുമല്ല. അതില് അവള് കല്യാണം കഴിക്കുന്ന ആളെന്ന് പറയുന്നത് ഭയങ്കര ഒരു ജെന്റിൽമാൻ ആണ്. സോ അവളുടെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് അവളുടെ ആ ഒരു ബൗണ്ടറിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് അവൾ ആ ഒരു ഏജ് എത്തുന്ന വരെ അയാൾ അവളെ ഒരു വൈഫായിട്ടുള്ള രീതിയിലൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. സോ അവളെന്ന് പറയുന്നത് അവൾ ആ ഒരു 12 years old ആ ഒരു ഫാമിലിയിൽ എത്തിയിട്ട് അവൾ അവിടുന്നാണ് അവളൊരു മദറായി മാറുകയാണ്. ആൻഡ് എല്ലാവർക്കും അവൾ അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് ഒരു ബിഗ് അമ്മച്ചി എന്ന് പറഞ്ഞിട്ടാണ്. കാരണം എല്ലാവരുടെ അമ്മച്ചിയായി മാറുകയാണ് അവള്. അവിടെ ചെന്നതിന് ശേഷം അവൾ ആ ഒരു പറമ്പിൽ ഹൗസിനെ പറ്റിയിട്ട് പഠിക്കുകയാണ്. അവിടെയുള്ള കാര്യങ്ങൾ, അവിടെ നടക്കുന്ന അവരുടെ ആ ഒരു സമ്പ്രദായം, അതെല്ലാം അവള് ഏറ്റെടുക്കുകയാണ്. ആൻഡ് അവളത് ഭംഗിയായിട്ടാണ് അവൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവള് ആ ഒരു ഫാമിലിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനെ പറ്റി അറിയുന്നത്. സോ ഓരോ ജനറേഷനിലും ഈ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈവൻ ഹർ ഹസ്ബൻഡിനും ആ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല. കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് മെഡിസിൻ്റെ ഫീൽഡ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസ് ഒന്നും അറൗണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ അറിയില്ല എന്താണ് ഈ ഒരു കണ്ടീഷൻ. ബട്ട് അവർക്ക് അറിയാം ലൈക്ക് ആ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അവർ മരിക്കും. ലൈക്ക് കൂടുതലും അവർ വെള്ളത്തിൽ വീണിട്ടാണ് മരിക്കുന്നത്. കാരണം അവരുടെ വീട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലൈക്ക് ഒരു കായലിനടുത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആക്സിഡന്റൽ ഡെത്ത് ആണ് അവർക്ക് സംഭവിക്കുന്നത്. അതൊരു കേഴ്സ് ആയിട്ടാണ് ഈ ഒരു പറമ്പിൽ ഫാമിലി കാണുന്നത് ഈ ഒരു കണ്ടീഷനെ പറ്റി. സോ വാട്ടെവർ ഈ ഒരു കണ്ടീഷൻ എന്താന്ന് അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു മെഡിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ ആ ഒരു സയൻസിന്റെ ഡെവലപ്മെന്റോ അന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഹോസ്പിറ്റൽസും നിയർ ബൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കും എന്താണ് ഈ കണ്ടീഷൻ എന്ന് നമ്മൾ അറിയുന്നില്ല. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി ബുക്ക് അതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. കംപ്ലീറ്റ്ലി ഓതർ അത് ക്ലിയർ ആക്കി തരുന്നുണ്ട് എന്താണെന്നൊക്കെ. എവിടെയോ ബിഗ് അമ്മച്ചിയുടെ ഉള്ളിലുണ്ട് ലൈക്ക് ഇത് ലാക്ക് ഓഫ് ഈ സയൻസ് ആണ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രോഗ്രസ് ആണ് ഈ ഒരു എന്താ പറയാ ക്ലാരിറ്റി ഇല്ലാത്തത് എന്നൊക്കെ ഉള്ളത് എവിടേക്കോ ബിഗ് അമ്മച്ചിയുടെ ഉള്ളിലുണ്ടായിരുന്നു. സോ ബിഗ് അമ്മച്ചി എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ത്രൂ ഔട്ട് ദ ബുക്ക്. നമ്മുടെ ഒരു ഗ്രാൻഡ് മദർ ഒക്കെ പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്, ഒരു വാം ഹഗ് ഫീലിംഗ് ആണ്. കാരണം ഏതൊരു സിറ്റുവേഷനിലും ബിഗ് അമ്മച്ചിക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ലൈക്ക് ആ ഒരു അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഒരു ഫീലിംഗ് ആയിരുന്നു. സോ അത് ഓതർ എഴുതിയത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കരമായിട്ട് വർക്കായി. ആൻഡ് ബിഗ് അമ്മച്ചി എന്ന് പറയുന്നത് ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു പ്യുവർ സോൾ ആണ്. ഷീ ഈസ് ദ റീസൺ ഐ ലവ് ദിസ് ബുക്ക്. ബിക്കോസ് ത്രൂ ഔട്ട് ഈ ഒരു 3 ജനറേഷനിൽ നമ്മൾ ബിഗ് അമ്മച്ചിനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ത്രൂ ഔട്ട് ദ ജനറേഷൻ ബിഗ് അമ്മച്ചിയിൽ ഉണ്ടാവുന്ന വളർച്ച, ബിഗ് അമ്മച്ചി ഗൈഡ് ചെയ്യുന്ന ജനറേഷൻസ്, അതൊക്കെയെന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ, ഒരുപാട് എപ്പിക് ആയിട്ടുള്ള സീൻസ് ഉണ്ട് ഇതിൽ. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലൈക്ക് ഒരുപാട് ബിഗ് അമ്മച്ചിയുടെ എന്താ പറയാ
ഒരു ഇൻഫ്ലുവൻസ് ഉള്ള സീൻസ് ഉണ്ട്. ആ ഒരു ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയി തോന്നി. ഓൾസോ ഞാനിതിൽ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗമച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടിപ്പിക്കൽ വുമൺ ഒന്നുമില്ല. ലൈക്ക് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്. ആൻഡ് ഒരുപാട് ഫോർവേഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബിഗമച്ചി കാരണം ഉണ്ടാവുന്ന ജനറേഷൻസ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണെന്നൊക്കെ തോന്നിപ്പോകും. ആഫ്റ്റർ റീഡിങ് ദിസ് ബുക്ക് ഐ റിയലി മിസ്ഡ് ദാറ്റ് ക്യാരക്ടർ. കാരണം എന്തോ എനിക്ക് എവിടേക്കോ ബിഗമച്ചി ഭയങ്കര ഒരു സൂത്തിങ് കൈൻഡ് ഓഫ് ഫീൽ ആയിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഹർ. സോ വേറൊരു ടൈം ലൈനും കൂടി വരുന്നുണ്ട്. സോ അതാണ് ഡിഗ്ബി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. അപ്പൊ ആ ഡിഗ്ബിയുടെ ലൈഫിലുള്ളതൊക്കെ നമ്മളൊരു 30 to 50% ആണ് കൂടുതലും ഡിഗ്ബിയുടെ ഭാഗം വരുന്നത്. ആ ഒരു സമയം എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചിരുന്നു ബുക്ക് വായിക്കുമ്പോൾ. കാരണം ഡിഗ്ബിയുടെ ഭാഗം തീരെ ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. കൂടുതൽ എനിക്ക് പറമ്പിലിനെ പറ്റിയിട്ടായിരുന്നു വായിക്കാൻ ആഗ്രഹം. ബട്ട് വി ഹാവ് ടു സ്റ്റിക്ക് ത്രൂ ഇറ്റ്. കാരണം കൂടുതൽ പേരും ഞാൻ ഗുഡ് റീഡ്സിൽ നോക്കിയപ്പോൾ DNF ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്താണ്. ലൈക്ക് ഒരു 20 to 50% ഉള്ളിലാണ് എല്ലാവരും DNF ചെയ്തിട്ടുള്ളത്. ബട്ട് നിങ്ങൾ ആ ഒരു ഭാഗം പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് 50 മുതൽ ഒരു സെക്കൻഡ് ഹാഫ് ഭയങ്കര മൂവിങ് ആണ്. ആ സ്റ്റോറി എങ്ങനെയാണ് ഇങ്ങനെ ത്രെഡായി പോകുന്നതെന്നും ലൈക്ക് ടുവേർഡ്സ് ദ എൻഡ് എങ്ങനെയാണ് ഡിഗ്ബിയും ഈ ഒരു ബിഗമച്ചിയുടെ ചാപ്റ്റേഴ്സും കൂടെ മേജ് ആവുന്നതെന്നും എല്ലാം കൂടെ ഒരു ഭയങ്കര ടോട്ടൽ സർപ്രൈസ് ആയിരുന്നു. ഒരുപാട് പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായി തോന്നി. മേ ബി ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ ദിസ്. എന്താ പറയുക, ഇതൊരു മൂവി ആയിട്ട് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. കാരണം ബിഗമച്ചി ആരായിരിക്കും ചെയ്യുക എന്നുള്ളത്, ആ ഒരു റോൾ, അത്രയും സൂത്തിങ് ആയിട്ടുള്ള ഒരു റോൾ ആരായിരിക്കും. ബിക്കോസ് ഐ റിയലി ലവ് ദാറ്റ് ക്യാരക്ടർ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ലൈക്ക് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഭാഗം പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സോ വർത്ത് യുവർ ടൈം. അപ്പോ ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലൈക്ക് ഇറ്റ്സ് സോ ഗുഡ് ടു ബി ട്രൂ എന്നുള്ള ഒരു കാര്യം. കാരണം ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇങ്ങനെയൊക്കെ ശരിക്കും സംഭവിക്കുമോ, ലൈക്ക് ഇങ്ങനത്തെ ഒക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമോ എന്ന് എവിടേക്കോ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ആൾക്കാർ ഇത്രയും സെയിന്റ് ആയിട്ടുള്ള ആൾക്കാരാവുക, ഇത്രയും നല്ല ആൾക്കാർ, തീരെ ഡോമിനൻസ് ഇല്ലാത്ത ആണുങ്ങള്, പിന്നെ അതുപോലെ ഈവൻ വുമൺ ഭയങ്കരമായിട്ട് ടിപ്പിക്കലായിട്ട് ചിന്തിക്കാതെ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്. അപ്പൊ അത് ആലോചിക്കുമ്പോൾ ശരിക്കും ഇത് ശരിക്കും ഈസ് ഇറ്റ് ടു ഗുഡ് ടു ബി ട്രൂ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ വെരി എൻഡിങ്ങിൽ ഒരു എലമെന്റ് എനിക്ക് തീരെ ഇഷ്ടമായില്ല. അത് ഇപ്പോഴും എനിക്ക് ഇഷ്ടമായിട്ടില്ല. ബട്ട് അത് കുറച്ച് നെഗ്ലക്ട് ചെയ്ത് കളയാം. ബിക്കോസ് ബാക്കിയുള്ള എല്ലാ ഭാഗവും അടിപൊളി ആയതുകൊണ്ട് തന്നെ അത് ഇതിന് മാറ്റർ ചെയ്യുന്നേ ഇല്ല. ബട്ട് അതാണ് ഞാൻ പറയുന്നത്, ഈ ഓതർ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈവൻ ദ പീപ്പിൾ, ദ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര പോസിറ്റീവാണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റിൽ നടക്കുന്ന ഈ ഒരു എലമെന്റ്, ഈവൻ ദോ അത് ബാഡ് ആണെങ്കിലും അതും ഭയങ്കരമായിട്ട് എന്താ പറയാ, അത് ഒരിക്കലും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ബട്ട് ആ ഒരു കാര്യത്തിനെ അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ ടോട്ടലി ഈ ബുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. സോ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെ നടക്കുമോ, അങ്ങനെ ഇത്രയും പോസിറ്റീവ് ആവുമോ ഈ കാര്യങ്ങൾ എന്നൊക്കെ അത്ര മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. വെരി എൻഡിങ്ങിൽ നമുക്ക് സയൻസിന്റെ വളർച്ച, പിന്നെ അവരുടെ ആ നാട്ടില് അവരുടെ ആ നാട്ടിൽ മെഡിസിൻ റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കണ്ടീഷനെ പറ്റി നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അത് അവരുടെ ഫാമിലിയിൽ ഉള്ളതെന്നും പല കാര്യങ്ങളും. ആൻഡ് എല്ലാത്തിനും ഒരു ക്ലോഷർ കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു. ലൈക്ക് the very ending was so satisfactory. Everything was happy. Ellam despite that everything was happy. So I had to give this 4.5 star. This is one of my favorite book of 2025. So I really enjoyed it. എനിക്ക് നല്ല വർത്ത് ആയിട്ട് തോന്നി. ആൻഡ് ഇതൊരു 700+ പേജസ് ഉണ്ടായതുകൊണ്ട് ഐ ഡോണ്ട് നോ എല്ലാവർക്കും ഇത് വായിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതിൽ കുറച്ചൊരു ഭാഗങ്ങളുണ്ട് നമുക്ക് മെഡിക്കൽ കൈൻഡ് ഓഫ് ടേംസ് ഒരുപാട് റെഫർ ചെയ്യുന്ന, അതുപോലെ കേരളയുടെ കുറച്ച് ഹിസ്റ്ററിനെ പറ്റി പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ബട്ട് ഓൾ ദ വൈൽ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കേരളയിലാണ്. സോ ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് മിസ് ദിസ് ബുക്ക്. ഈവൻ ദോ 700 പേജ് ഉണ്ടെങ്കിലും ടേക്ക് യുവർ ടൈം. ആൻഡ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 10 പാർട്ടായിട്ടാണ്. സോ ലൈക്ക് റീഡ് എ പാർട്ട് ഇൻ
2-3 ഡേയ്സ് അങ്ങനെയൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ കംപ്ലീറ്റ് ചെയ്താലും യു വിൽ എൻജോയ് അല്ലെങ്കിൽ യു വിൽ അപ്രിഷിയേറ്റ് ദ സ്റ്റോറി. So I really enjoyed it. I really loved the characters. I really loved how the author portrayed everything. പിന്നെ എല്ലാ ത്രെഡ്സും come into place. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. So that's my experience reading this book. If you are a reader, if you read so many books, definitely do not miss this one. കാരണം ഒരു കേരളയിൽ സെറ്റ് ചെയ്ത ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരക്ടേഴ്സിനായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ബുക്ക് എന്ന് പറയുന്നത് ജെമ്മാണ് നമുക്കൊക്കെ. കാരണം ഞാൻ എത്ര ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്നുണ്ടെങ്കിലും ചില ബുക്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ. അപ്പൊ ഈ ഒരു ഇങ്ങനത്തെ ബുക്ക് വായിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഫ്ലഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റുന്നത്. സോ ഡു നോട്ട് മിസ് ദിസ് വൺ. ഹൈലി റെക്കമെൻഡ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് അനദർ വൺ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.